അരി ഉപ്പുമുളകും. എന്നാ നിന്റെ മരുന്ന്. നേരത്തിന് കഴിക്കണം കേട്ടോ. ഞങ്ങൾ കാളവണ്ടിക്കാർക്ക് ഒരു കോളൊത്തിട്ടുണ്ട്. കുറെ ദൂരെ. തിരിച്ചു വരാൻ 2-3 ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ... അത് സാരമില്ല. ചേട്ടൻ പോയിട്ടോ? ജോലിക്കല്ലേ? ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ. എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ? ഇത്തമ്മയെ കട്ടില് കയറാൻ തന്നെ കാണാം. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ശിവരാമ? ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിന്ന് പോവുക. ആ ബില്ലൊന്നും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ... അത് മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു. അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റേ സാറേ. റൈറ്റ്. മോളെ, നമുക്ക് കളിക്കാം. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. നമുക്ക് കളിക്കാം ഡാഡി. മോള് പറഞ്ഞത് കേട്ടില്ലേ? ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോള് പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ എന്നെ കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. മീനാക്ഷിയമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോളിങ്ങനെ. വാ മോളെ. ആൺകുട്ടിയാ. മാമാന്ന് വിളിച്ച് പിന്നാലെ തൂങ്ങാൻ ഒരാളായി. എന്തുവാടാ? നീയായിരുന്നു? പിള്ളച്ചേട്ടാ, ഇച്ചിരി തീ. നാരായണ, നീ നിന്റെ കൂടെ വീട് വരെ വരാമോ? നിനക്ക് അവിടെ കിടന്നുറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതവും പ്രേതവും വിശ്വാസികളൊക്കെ? ആര് പറഞ്ഞു? പോരാത്തന്ന് വെള്ളിയാഴ്ച പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. നീ പോവാ? നാരായണ 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 നാരായണ. ശങ്കര മനസ്സിന്റെ തോന്നലേ. ചേട്ടാ, ആ ചേട്ടോ, അവിടെ നിന്ന് നിന്നേ. ചേട്ടോ, ചേട്ടോ. ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതായാലും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു. എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്ത?
ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെപ്പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. മോനിറങ്ങിയോ? ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ. അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും. ആര്യാർ ചോദിച്ചിരുന്നു. ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ വരെ പോവല്ലേ. പിണക്കവും വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ.